ചേട്ടാ നമസ്കാരം. ബംഗ്ലാദേശിൽ മാസീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഷേഖ് ഹസീന എന്ന് ബംഗ്ലാദേശ് രാജ്യത്ത് നിന്നും പറന്നുപോയോ, വിദ്യാർത്ഥികൾ എന്ന് ഷേഖ് ഹസീനെ ബംഗ്ലാദേശിൽ നിന്നും ഓട്ടിച്ചു, അന്ന് മുതൽ ബംഗ്ലാദേശിന് ഉണ്ണാനും ഉടുക്കാനും, എന്തിനു പറയുന്നു, വൈദ്യുതിക്ക് പോലും പണമില്ലാതെ നട്ടം തിരിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഷേഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. എന്നാൽ ഷേഖ് ഹസീന പോയി കഴിഞ്ഞ ശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പല നിലപാടുകളും ബംഗ്ലാദേശ് എടുത്തത് നമ്മൾ കണ്ടതാണ്. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഒരു വലിയ ഫ്ലഡ് ഉണ്ടായത്, അതായത് ഒരു വലിയ പ്രളയം ഉണ്ടായത്. ആ പ്രളയം ഉണ്ടാക്കിയത് ഇന്ത്യയാണ് എന്ന് ബംഗ്ലാദേശിലെ യൂനിസിന്റെ ചീഫ് അഡ്വൈസർ ആയിട്ടുള്ള മുഹമ്മദ് നാസിക് ഇസ്ലാം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിരുന്നു. പോരാത്തതിന് ഇന്ത്യൻ അംബാസഡറെ ബംഗ്ലാദേശ് വിളിച്ചു വരുത്തി എന്നും പറഞ്ഞിരുന്നു. പക്ഷെ നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് അതിന് ചുട്ട മറുപടി കൊടുത്തു. വിളിച്ചു വരുത്തിയതല്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി ഞങ്ങളുടെ മാന്യതയ്ക്ക് സംസാരിച്ചതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ത്രിപുരയിൽ നിന്നുള്ള ഡുംബൂർ ഡാം തുറന്നു വിട്ടതിനെ തുടർന്നാണ് ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള 8 ജില്ലകൾ വെള്ളത്തിനടിയിലായി പോയത്. ഇൻഫ്ലേഷൻ 10% നിന്നും 17%ലേക്ക് ബംഗ്ലാദേശ് ഉയർന്നു കഴിഞ്ഞു. നമുക്കറിയാം, നമ്മുടെ വയനാട് 2 ഗ്രാമങ്ങൾ 3 ഗ്രാമങ്ങൾ ഒലിച്ചു പോയപ്പോൾ, ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയപ്പോൾ തന്നെ അതിന്റെ പുനരധിവാസത്തിന് എത്രത്തോളം തുക വേണം എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാം. അപ്പോഴാണ് ബംഗ്ലാദേശിൽ 8 ജില്ലകൾ വെള്ളത്തിനടിയിലാകുന്ന കാഴ്ച വരുന്നത്. ഒന്നാമത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. ഇവിടെ നിന്നും കറക്റ്റ് ആയിട്ട് റോ മെറ്റീരിയൽസ് അങ്ങോട്ടേക്ക് പോകുന്നില്ല ഇന്ത്യയിൽ നിന്നും. എന്തിനു പറയുന്നു, വൈദ്യുതി പോലും പോകാത്തൊരു സാഹചര്യം ഇപ്പോൾ ബംഗ്ലാദേശിൽ സംജാതമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബംഗ്ലാദേശിന്റെ പുതിയ ഗവർണർ ബംഗ്ലാദേശ് ബാങ്കിന്റെ ഗവർണർ ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് അഹ്സാൻ എച്ച് മൻസൂർ എന്നാണ്. അദ്ദേഹം ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് വൈദ്യുതി ഇനി കിട്ടാനുള്ള സാഹചര്യം നമുക്ക് വളരെ കുറവായിരിക്കും. കാരണം 800 മില്യൺ ഡോളറാണ് വൈദ്യുതി വാങ്ങിച്ചതിൽ നിന്ന് അദാനി പവർ ലിമിറ്റഡിന് നമ്മൾ കൊടുക്കാനുള്ളത്. അദാനി പവർ ലിമിറ്റഡ് ജാർഖണ്ഡിലെ കോൾ ഫയർഡ് പ്ലാന്റിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ബംഗ്ലാദേശിന് കൊടുത്തുകൊണ്ടിരുന്നത്. 800 മില്യൺ ഡോളറിന്റെ വൈദ്യുതി അതിന്റെ കടമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന സംഭവം എന്താ അറിയോ ബിച്ചേട്ടാ, 100 കോടി രൂപ ത്രിപുര എന്ന് പറയുന്ന ആ കൊച്ചു സംസ്ഥാനത്തിന് ബംഗ്ലാദേശ് കടം കൊടുക്കാനുണ്ട്. 100 കോടി രൂപ. അത് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ആം, വിഭവങ്ങളുണ്ട്, റോ മെറ്റീരിയൽ എല്ലാം ഉണ്ട്, എന്നിട്ട് കേരളം ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇന്നലെ വന്ന ത്രിപുര, അതായത് ആ ത്രിപുരയ്ക്ക് 100 കോടി രൂപ വൈദ്യുതി വിറ്റതിൽ ബംഗ്ലാദേശ് കൊടുക്കാനുണ്ട്, ത്രിപുരയിൽ നിന്ന് വാങ്ങിച്ചതിൽ കൊടുക്കാനുണ്ട്. അത് വല്ല അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഇനി അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ഈ കടം മുഴുവൻ കൊടുത്ത് തീർത്ത ശേഷം മാത്രമേ ഇനി വൈദ്യുതി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയെ പിണക്കരുത്, ബംഗ്ലാദേശ് ഇരുട്ടിലായി പോകുന്നു പറയാണ്. ഇന്ത്യ നിലപാട് കൂടുതൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഡാം തുറന്നു വിട്ടെങ്കിലും ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി ഞങ്ങൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യയുടെ നിലപാടൊക്കെ വളരെ ക്ലിയർ ആണ്. കാരണം ഞങ്ങൾ ഡാറ്റകൾ കൃത്യമായിട്ട് കൈമാറിയിട്ടുണ്ട്. കൈമാറാത്ത ഒരു ദിവസമുണ്ട്, ആ ദിവസമാണ് ഇത് സംഭവിച്ചത്. പക്ഷെ എന്നിരുന്നാലും അന്ന് നമ്മുടെ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഇല്ലായിരുന്നാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഇന്ത്യ അത് പിടിച്ചു നിന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ബംഗ്ലാദേശിന് വരാനായിട്ട് പോകുന്നത്. ഒരു കാര്യം ഞാൻ ടു ബി ഫ്രാങ്ക് ചോദിക്കട്ടെ, ബംഗ്ലാദേശ് മുടിയുമോ? മുടിഞ്ഞിരിക്കുകയാണെങ്കിലും മുടിയുമോ? ഈ മനുഷ്യ ഇതിനകത്ത് ട്രേഡിംഗ് എന്ന് പറയുമ്പം അങ്ങോട്ടും ഉം, ഇങ്ങോട്ടുള്ളൊരു കാര്യമാണ്. ഈ വിഷയങ്ങൾ നടന്ന് നമ്മൾക്ക് അവരുമായിട്ടുള്ളത് 3000 കോടി, അതായത് 2800 കോടിയോളം രൂപയുടെ ട്രേഡിംഗ് ഉണ്ട് നമ്മളുടെ. ഇപ്പൊ ഉം, ഉം, ഇതിനകത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശ് പ്രശ്നങ്ങൾ കലാപങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം ഉണ്ടായ സമയത്ത് ഉം, നമ്മളുടെ ട്രക്കുകൾ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ കെട്ടിക്കിടക്കുകയാണ്. അതായത് പെർ ഡേ നമുക്ക് 30 ലക്ഷം 30 ദശലക്ഷം രൂപയുടെ ട്രേഡിംഗ് നടക്കും. അത് പെട്രോള് നമ്മൾ കൊടുക്കുന്നുണ്ട്, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഈ നൂല് വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ ഇങ്ങോട്ടും സാധനങ്ങൾ വരുന്നുണ്ട്. അവരുടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നെന്ന് പറഞ്ഞാൽ ഈ ആ, ആണുങ്ങളുടെ സൂട്ടുകള്, അതുപോലെ തന്നെ പരത്തി ആണുങ്ങളുടെ ഡ്രസ്സുകൾ, ഇതൊക്കെ ഉം. അവരുടെ ഇച്ചിരി ഡിമാൻഡ് ഉള്ളതാണ് നമ്മുടെ നാട്ടിൽ. അതൊക്കെ അവർ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കാണ് അങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മളൊരു സാധനം കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ലാഭമാണല്ലോ നോക്കുന്നത്. അപ്പോ ഈ ബംഗ്ലാദേശ് കണക്കുള്ള ഇപ്പൊ ഷെയ്ഖ് ഹസീനയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഷെയ്ഖ് ഹസീന ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു മയത്തിൽ കൊണ്ടുപോയിരുന്നു. പൈസ ഉം. തരുമെന്നുള്ളതല്ല, അതെ ഒരു അതെ അതെ മയത്തിൽ അതെ. കൊണ്ടുപോയിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുപോയിരുന്നത് കൊണ്ട് ഇതാരും പുറം ലോകം അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ ഇൻഡെക്സ് ഉണ്ടാക്കുന്നവന്മാരൊക്കെ ബംഗ്ലാദേശ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും പക്ഷെ ഈ ബംഗ്ലാദേശിൽ അതെല്ലാവരും മയത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം കടമുണ്ട്, കടം ആരെയും വെറുപ്പിക്കുന്നുമില്ല. നമുക്കറിയാം കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ഈ പിന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ ഈ കൽക്കരിക്ക് ഒരു ക്ഷാമം നേരിട്ടു. ക്ഷാമം നേരിട്ടെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ ഉത്പാദനം ഇല്ലാതെ വന്നതല്ല. അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കൽക്കരി പാടങ്ങളിലൊക്കെ വെള്ളം കയറി. ഈ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു നമ്മുടെ ജാർഖണ്ഡിലടക്കം. അപ്പൊ ഈ കൽക്കരി ഉം, ഉം, പാടങ്ങളിലൊക്കെ ഉം, വെള്ളം കയറിയ മൂലം കൽക്കരി നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അന്ന് നമ്മുടെ കേരളത്തിലടക്കം കൽക്കരി ക്ഷാമം വരുമെന്ന് വലിയ വാർത്തയൊക്കെ വന്നു.
ആ സമയത്ത് ഈ ബംഗ്ലാദേശിൽ കറണ്ട് ഇല്ലാതായി ഒരാഴ്ച. അവർക്ക് വൈദ്യുതി ഇല്ല. അപ്പൊ ആ സമയത്ത് ഇന്ത്യ നമ്മളുടെ ആ ഒരു പ്രതിസന്ധിക്കിടയിൽ നമ്മളുടെ രാജ്യം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുത്ത് കൽക്കരി ഈ ബംഗ്ലാദേശികൾക്ക് നൽകി. വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ മാത്രമല്ല ഈ കൽക്കരി അവിടെ ഉപയോഗിക്കുന്നത്, ഈ അടുപ്പ് പുകയുന്നത് പോലും കൽക്കരിയാണ് കൂടുതലും അവിടുത്തെ ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലൊക്കെ കൽക്കരി ഉപയോഗിച്ചുള്ള അടുപ്പുകൾ തന്നെയാണ് ഭൂരിപക്ഷം ഉപയോഗിക്കുന്നത്. ഗ്യാസ് ഉണ്ടെങ്കിൽ പോലും അവർ ആ ഗ്യാസിൽ ഒരു മിച്ചം, നമ്മുടെ നാട്ടിൽ ഈ പണ്ട് ഈ വിറക് വെച്ചിട്ട് നമ്മൾ കത്തിക്കില്ലേ ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഉം. ബംഗ്ലാദേശികളും നോർത്ത് ഇന്ത്യക്കാരോടൊക്കെ ഈ കൽക്കരി യൂസ് ചെയ്യാറുണ്ട്. തണുപ്പ് കാലത്താണ് അവർ ഏറ്റവും കൂടുതൽ കൽക്കരി യൂസ് ചെയ്യുന്നത്, ഈ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വീടുകളിലും മറ്റൊക്കെ അത്തരത്തിൽ യൂസ് ചെയ്യാറ്. അപ്പൊ കൽക്കരി അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെയാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരുപാട് കാര്യങ്ങൾ, അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ധനുഷ് ഇപ്പൊ ചൂണ്ടിക്കാണിച്ച് വൈദ്യുതിയുടെ വിഷയം മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ പോയില്ലെങ്കിൽ അവിടുത്തെ വണ്ടികൾ പോലും ഓടാത്തൊരു സാഹചര്യം വരും. കറണ്ട് മാത്രമല്ല വണ്ടിയും ഓടാത്ത ഒരു സാഹചര്യം അവർക്ക് വരും. അതുപോലെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ അവരുടെ ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ പോർട്ട് അത് നമുക്കാണ് ഇപ്പൊ നോക്കി നടത്താനായിട്ട് ബംഗ്ലാദേശ് സർക്കാർ തന്നിരിക്കുന്നത്. കാരണം ഉം. ഇപ്പൊ ഈ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പോർട്ടിന്റെ രംഗത്ത് നമ്മൾ വലിയൊരു ഡെവലപ്മെന്റ്സിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പ്രതിപക്ഷം ചിലപ്പോൾ പറയായിരിക്കും അദാനിയെ മോദി വളർത്തുന്നതാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ ചബാർ തുറമുഖം ഇറാന്റെ നമുക്ക് കിട്ടി. മ്യാൻമാറിലെ പ്രധാന തുറമുഖം നമ്മളാണ് നടത്തുന്നത്. ബംഗ്ലാദേശിന്റെ പുതിയ തുറമുഖം നമ്മൾക്കാണ് നോക്കി നടത്തുന്നത്. ശ്രീലങ്കയും മാലിയുടെയും ഒക്കെ തുറമുഖങ്ങൾ ഇന്ത്യയെ ഏൽപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, നോക്കി നടത്തിപ്പാണ്. അതായത് നമുക്ക് തരികയല്ലേ ചെയ്യുന്നത്. ഓൾറെഡി ഇപ്പം ഉം. മാലിദ്വീപിനുമായിട്ടൊരു കരാർ വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു തുറമുഖം കൂടെ നമ്മളാണ് ഇപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം ഉം. ആ ഒരു രീതിയുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു ഇതുണ്ട്. നമുക്കും അതൊരു നഷ്ടം തന്നെയാണ്. ബംഗ്ലാദേശ് ഇരുട്ടിൽ പോവുക എന്ന് പറയുമ്പോഴത്തേക്കും ഉം. സ്വാഭാവികമായിട്ട് നമുക്ക് നഷ്ടമാണ്. ഇപ്പൊ ഒറ്റയടിക്കൊന്നും ഈ തരാനുള്ള കടമൊന്നും ബംഗ്ലാദേശിൽ തരാനുള്ള സാഹചര്യം നിലവിലില്ല. പിന്നെ ഈ കച്ചവടത്തിന്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ കടയിൽ ഇങ്ങനെ കൊടുക്കുന്നു, വാങ്ങുന്നു, പൈസ വാങ്ങുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു അല്പം ഡിലേ ഒക്കെ വന്നാലും കൊടുക്കുന്ന സപ്ലയർ അത് നിർത്താൻ സാധ്യതയില്ല. കാരണം അയാൾക്ക് ആ പണം പിന്നെ തിരിച്ചു കിട്ടാൻ വലിയ പാടായിരിക്കും. പിന്നെ അയാളുടെ ഉം. സപ്ലൈ ഉം. ചെയിൻ മുടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലാണ് ബംഗ്ലാദേശ് പോകുന്നത്. പക്ഷെ അവിടുത്തെ ഈ പ്രതിപക്ഷമായാലും ഇല്ലെങ്കിൽ ഭരണപക്ഷമായാലും ഇല്ലെങ്കിൽ ഈ പ്രക്ഷോഭം നടത്തുന്നവർക്കായാലും ഈ തലയ്ക്കകത്ത് വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് അവർ ഇതിനൊക്കെ വലിയ കടുത്ത നിലപാട് ഇന്ത്യയോട് എടുക്കുന്നത്. ഇതിനകത്ത് രണ്ട് വശമുണ്ട് ധനുഷ്. ഇപ്പൊ കഴിഞ്ഞ ഉം. ദിവസം നമ്മുടെ ഈ ബംഗ്ലാദേശ് അതിർത്തിയിൽ നമ്മുടെ പട്ടാളക്കാർ BSF ഒക്കെ അവർ വേലി കെട്ടുന്നതിന് തടഞ്ഞു. ഇതെന്താ ഉം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം സിമ്പിൾ ആണ്. അതായത് അവരുടെ പട്ടാളം ഇല്ലെങ്കിൽ അവരുടെ ഭരണം ശക്തമാണെന്ന് അവിടുത്തെ ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു നാടകം മാത്രമാണ് ആ സാധനം. അതല്ലാതെ ഉം. ഉം. ഇന്ത്യയായിട്ട് അവർക്ക് യുദ്ധം ചെയ്യാനോ പിടിച്ചു നിൽക്കാനോ ഒന്നും അവർക്ക് കഴിയില്ലെന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. അപ്പൊ ഉം. അവരെന്ത് ചെയ്യുന്നു, ഇന്ത്യയിലെ BSF ആ ജവാന്മാരെ തടയുമ്പോൾ അവരുടെ നാട്ടില് അതൊരു വലിയ വാർത്തയാവും. ബംഗ്ലാദേശിലെ ബോർഡർ സെക്യൂരിറ്റി ഗാർഡ്സ് ഇന്ത്യയുടെ BSF-നെ ഉം. തടഞ്ഞു, വേലി കെട്ടുന്നതിൽ നിന്നും തടഞ്ഞു നിർമ്പോൾ അതൊരു വലിയ വാർത്തയാകുന്നു എന്ന് മാത്രമല്ല, അവരുടെ രാജ്യത്ത് ഈ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലാണല്ലോ നമുക്കൊരു മതിപ്പ് ആദ്യം വേണ്ടത്. അതെ, അതെ. ആ രാജ്യത്തെ ഈ ഇറാൻ ഇപ്പൊ ഇസ്രായേലിനെ അടിക്കുമെന്ന് പറയുന്നത് ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ആത്മവീര്യം കൂട്ടുക എന്നുള്ളതാണ്. ഉം. അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു ആത്മവീര്യം കൂട്ടാൻ ഞങ്ങളൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് വരുത്തി തീർക്കാൻ തങ്ങൾ ശക്തരാണെന്ന് കാണിക്കുന്നതിനും വേണ്ടിയിട്ട് ചെയ്ത ഒരു സംഭവം മാത്രമാണ്. അല്ലാതെ ഇന്ത്യയുടെ 4096 കിലോമീറ്റർ വന്ന് ഇന്ത്യൻ അതിർത്തിയിലൊന്നും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ബംഗ്ലാദേശികൾക്കില്ല. അപ്പം ഇതാണ് അവരുടെ ഒരു വലിയ ഇത്. ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ ഇന്ത്യ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്. അതായത് നമ്മൾ മുമ്പ് അന്ന് ഞാൻ നേപ്പാൾ ഉണ്ടായിരുന്ന സമയമാണ്. എന്റെ കസിൻ ഒരു മെഡിക്കൽ ഉം. കോളേജ്. അപ്പൊ ഞാൻ നേപ്പാളിലെ സമയത്ത് അവിടെ നേപ്പാൾ രാജാവിനെ വെടിവെച്ച് കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഉം. അദ്ദേഹത്തിന്റെ പ്രതിശ്രുത വധു ദേവയാനി എന്ന് പറയും. അത് നമ്മുടെ മനീഷ ഉം. കൊയ്രാളയൊക്കെ ഇവരെല്ലാം റിലേറ്റീവ് ആണ്. അപ്പോ ഉം. ഈ ദേവയാനി ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലായിരുന്നു. ഈ ദേവയാനിക്ക് ഉം. നമ്മുടെ പ്രമോദ് മഹാജന്റെ ഫാമിലിയായിട്ട് നല്ല ബന്ധമുണ്ട്. അന്ന് ഈ നേപ്പാളില് ഈ അവിടുത്തെ ആളുകൾ ഇന്ത്യക്കാർക്കെതിരെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ഉം. ഇന്ത്യൻസിനെ നമുക്ക് ഈ എന്റെ കാസിന് അവിടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, UCMS എന്നാണ് കോളേജിന്റെ പേര്, ഭൈരവ എന്ന് ഉം. പറയുന്ന ഉം. സ്ഥലത്താണ്. ഉം. അപ്പൊ ഉം. അവിടെയൊക്കെ വലിയ വിഷയങ്ങൾ ബംഗ്ലാദേശ് ഈ നേപ്പാളികൾ ഉണ്ടാക്കാൻ തുടങ്ങി. നേപ്പാളികൾ ഇന്ത്യയെ ഉം. പൊതു ശത്രുവായിട്ട് കാണുന്നത്. വലിയ രസം എന്ന് വെച്ചാൽ അവിടുത്തെ തീപ്പെട്ടി പോലും ഇന്ത്യ എന്നാ വരുന്നത്. തീപ്പെട്ടി വരുന്നത് പോലും ഇന്ത്യ എന്നാ, വൈദ്യുതി എല്ലാം. അപ്പൊ അന്നൊരു വിഷയം ഉണ്ടാക്കിയപ്പോ ഇന്ത്യ അന്ന് വാജ്പേയി സർക്കാർ ഇരിക്കുന്ന കാലമാണ്. അന്ന് ഉം. ഈ അതാണ് ഞാൻ ഈ BJP സർക്കാരിനെ ഒരു തരത്തിൽ ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെയൊക്കെയുള്ള ഈ BJP സർക്കാർ ഇരിക്കുമ്പോൾ കുറച്ച് ശക്തമായ നടപടിയെടുക്കും. ഉം. അന്ന് ചെയ്ത ഉം. പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കാലം വൈദ്യുതി ഉം. കട്ട് ചെയ്തിട്ടു, വെള്ളം കട്ട് ചെയ്തിട്ടു, ഫുള്ള് കട്ട് ചെയ്തിട്ടു. അവിടെ ആ സമയത്ത് നമുക്ക് ബാൽ താക്കറെ ഉണ്ടായിരുന്നു. ബാൽ താക്കറെ അന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഇന്ത്യക്കാരെ എവിടെങ്കിലും ഈ നേപ്പാളിൽ കൈവച്ച് കഴിഞ്ഞാൽ ഈ മഹാരാഷ്ട്ര എന്നൊരു അടിയെന്ന് തുടങ്ങുന്നത്. കാരണം നേപ്പാളികൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഇവിടുന്ന് ഒരു അടി അത് ശരി. ഉണ്ടാകും, ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ആൾക്കാരെ ഉം. ഉൾക്കൊള്ളാൻ പോലും നിങ്ങൾക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ബാൽ ഉം. ഉം. താക്കറെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ ഉം. നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ത്യ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നേപ്പാൾ ഞാൻ അന്ന് ആ സമയത്ത് ആ സ്ഥലത്തുണ്ട്, ഈ ഭൈരവ എന്ന് പറയുന്ന സ്ഥലത്ത്, സൊണാലി എന്ന് ഉം. പറയുന്ന ഉം. ബോർഡർ കടന്നിട്ട്, അത് ഗോരഖ്പൂർ നിന്ന്
പോകുന്ന ബോർഡർ. അപ്പൊ അവിടെ ഞാനുണ്ട്. അവിടെ താമസിക്കുമ്പോഴാണ് നമുക്ക് പോലും വെള്ളം കിട്ടുന്നില്ല, വൈദ്യുതി ഇല്ല. അത് അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് ഇന്ത്യ കട്ട് ചെയ്തു. അതിനാൽ അവരുടെ ഒരു വലിയ പ്രദേശങ്ങളിൽ മുഴുവൻ വൈദ്യുതി കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, തീപ്പെട്ടി കൊടുക്കുന്നത്, അതുപോലെ സോഡ സോഡ പോലും അവിടെ ആ ഒരു രീതിയിൽ അന്ന് ഉത്പാദിപ്പിക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഒറ്റ വാജ്പേയി എന്താണ് ചെയ്തത്? ഒറ്റ അടിക്കങ്ങ് നിർത്തിക്കളഞ്ഞത്. അത് കാഠ്മണ്ഡൂർ അടക്കം നമ്മുടെ ഇപ്പൊ എന്റെ കസിന് മെഡിക്കൽ കോളേജ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻസിന് വേറെയും മെഡിക്കൽ കോളേജ് കാഠ്മണ്ഡൂർ അടക്കമുണ്ട്. വേറെ ബിസിനസ്സുകളൊക്കെ ഒരുപാട്. അപ്പൊ അവർക്കെതിരെ ആക്രമണം വന്നപ്പോഴത്തേക്കും നമ്മൾ അതിന് സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തു. സ്റ്റോപ്പ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നേപ്പാളീസിന് കാര്യം മനസ്സിലാകുന്നത്. കാരണം ഇന്ത്യ ഒന്ന് ബലം പിടിച്ചാൽ, അല്ലെങ്കിൽ അവരൊന്ന് മൂക്കയർത്താൽ അതോടുകൂടി അവരുടെ പണി തീർന്നു പോകും. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം, ഇവർക്ക് വേണമെങ്കിൽ ഇപ്പം സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ചോദിക്കാം, എന്നാൽ പിന്നെ അവർക്ക് ചൈനയുടെ കൂടെ പോയിക്കൂടെ? ബംഗ്ലാദേശിന് ചൈനയുടെ കൂടെ പോകാൻ പറ്റും. ഇപ്പൊ നേപ്പാളിന്റെ ഒരു വാർത്ത ഇന്നലെ കാണുന്നുണ്ടായിരുന്നു. ചൈന അവരെ സഹായിച്ചത് ഇപ്പം ഭയങ്കരമായ ഒരു കടത്തിലേക്ക് നേപ്പാൾ പോയിട്ട് ഇപ്പൊ അത് എഴുതി തള്ളണം എന്ന് പറഞ്ഞിരിക്കുക. അവിടെ എയർപോർട്ട് പൊക്ര ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ട്. ആ എയർപോർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി ചൈനയിൽ നിന്ന് $261 ബില്യൺ വാങ്ങി. അവരാണത് പണിത് കൊടുത്തത്. ആ വിമാനത്താവളം തൊട്ട് വർക്ക് ചെയ്യുന്നുമില്ല. ഒരു വിമാന അപകടം നടക്കുന്നു, ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒന്നും അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ഈ കട തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും എഴുതിത്തള്ളണം ചൈനയുടെ അഭ്യർത്ഥിച്ച് ഗതികേട്. അത് ചൈനയുടെ ഒരു രീതിയല്ല ഇന്ത്യയുടെ. ഇന്ത്യ സഹായിച്ചാലും അങ്ങനെ ഒരു ബ്ലേഡുകാരനല്ല. പെട്ടെന്ന് എന്താണ് കഴുത്തറത്ത് ചതിക്കില്ല, അത് കഴുത്തറത്ത് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇവർ ഈ ഇന്ത്യയെ വിട്ട് പോകാത്തത്. നേപ്പാൾ എന്തുകൊണ്ടാണ് ആ സമയത്ത് ചൈനയുമായി കൂടുതൽ അടുക്കാഞ്ഞതില്ല, ചൈനയുടെ സഹായം വാങ്ങാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇന്ത്യ ദ്രോഹിക്കില്ല, അല്ലെങ്കിൽ കിട്ടാനുള്ള പണം നമ്മുടെ രാജ്യം കവർന്നെടുക്കില്ല, കൊള്ളയടിക്കില്ല എന്ന് അവർക്കറിയാം. ഇത് തന്നെയാണ് ബംഗ്ലാദേശിന്റെ അവസ്ഥ. ബംഗ്ലാദേശ് ഈ ചൈനയെ കണ്ടിട്ട് അവർ നീങ്ങില്ല. കാരണം അവർക്ക് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല ഉള്ളത്. ശ്രീലങ്കയുടെ അനുഭവം, ഒപ്പം തന്നെ പാകിസ്ഥാൻ അവരുടെ മുമ്പിലുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും അവരുടെ മുമ്പിലുണ്ട്. ചൈനയുടെ സഹായം വാങ്ങി കുത്തുപാടെടുത്ത് തകർന്ന് തരിപ്പണമായ പല രാജ്യങ്ങളും. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ബംഗ്ലാദേശ് എന്ത് വന്നാലും പോകില്ല. പക്ഷെ ഇപ്പൊ അവിടെ കുറെ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തവർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനായാൽ എന്ന് വെച്ചാൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ്. അവർ ചെറിയ പുള്ളികളല്ല, അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ടീമുകളാണ്. ഇതിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന നല്ല നോളജ് ഉള്ളവരാണ് ഇവര്. പിന്നെ അവരുടെ കുത്തിത്തിരിപ്പാണ് അവരുടെ പണിയെങ്കിലും അവർക്ക് അത്യാവശ്യം വിവരമൊക്കെ ഉള്ളവരാ. അപ്പൊ അവർക്ക് ഇതിന്റെ കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് അവര്. അപ്പൊ അവർക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അവർക്ക് പെട്ടെന്ന് ഈ ട്രേഡിങ്സ് ഒന്നും നിർത്തി പോകാൻ പറ്റില്ല. പിന്നെ ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ഭീകരവാദത്തിന് അടിയറവ് പറഞ്ഞൊരു രാജ്യത്ത് ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകില്ല. ആ ഭീകരന്മാരെ സൂപ്പിച്ച് മുൻപോട്ട് പോകാനേ കഴിയും. പാകിസ്ഥാനിൽ അതാണ് നടക്കുന്നത്. ഭീകരന്മാരെ അതിനനുസരിച്ച് ചലിക്കുന്ന ഒരു ഭരണകൂടമാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഭീകരവാദം ഹഫ്ത പുറപ്പെടുവിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നിരുന്നു, അതായത് അവിടുത്തെ ഹിന്ദു അധ്യാപകരെല്ലാം ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകണമെന്ന്. അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത്, അങ്ങനെ രാജ്യം. പക്ഷെ അവർക്ക് ട്രേഡിങ്സ് നിന്ന് പോയാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ ഒരു അവസ്ഥ വരും. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യ സൗജന്യമായിട്ടാണ് ഭക്ഷ്യവസ്തുക്കളും മരുന്നും ഒക്കെ എത്തിക്കുന്നത്. ആ ഒരു ഗതികേടാണ് അവർക്ക് വരുന്നത്. ഒരു രാജ്യം പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് നിഷ്പ്രയാസമാണ്. ചെറിയ രാജ്യങ്ങള്, തീവ്രവാദികൾ, അല്ലെങ്കിൽ അക്രമാസക്തമായ ഒരു ജനക്കൂട്ടത്തിൽ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷെ ആ പിടിച്ചെടുക്കുന്നതല്ല കാര്യം. ആ രാജ്യത്തെ ജനങ്ങളെ നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കുന്നതിലാണ് ഭരണാധികാരിയുടെ കഴിവെന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ വലിയ പ്രക്ഷോഭം നടന്നില്ലേ? പ്രസിഡന്റിന്റെ കൊട്ടാരം കത്തിച്ചില്ലേ? അത് പിടിച്ചെടുത്തില്ലേ? എന്നിട്ട് എന്തായി? ശ്രീലങ്ക രക്ഷപ്പെട്ടോ? എങ്ങനെ രക്ഷപ്പെട്ടില്ലല്ലോ. അവസാനം അവർ ഇന്ത്യ അടുത്ത് തന്നെ വന്നു. ഇന്ത്യയാണ് ഇപ്പൊ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഇപ്പൊ കാര്യങ്ങൾ നോക്കുന്നു, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ നോക്കുന്നു. ഭരണത്തിൽ ഇന്ത്യയുടെ കാര്യങ്ങൾ ഇന്ത്യയോട് ചോദിച്ചിട്ടാണ് അവർ പല കാര്യങ്ങളും ഇപ്പൊ ചെയ്യുന്നത്. ശ്രീലങ്കയിലേക്ക് അതിനുശേഷം അദാനിയെ ഇറക്കി വിട്ടിട്ടുമുണ്ട് നരേന്ദ്രമോദി. അവിടെ വലിയ വലിയ പ്രോജക്ടുകളാണ് അദാനി അതൊരു വലിയൊരു ടെക്നിക്കാണ് കേട്ടോ ബിജു. അദാനി ഇതും ദീർഘവീക്ഷണത്തോടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം അദാനി എപ്പോഴും നരേന്ദ്രമോദിയെ ഇതാക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ രാജ്യത്തുള്ള ബില്യണേഴ്സിനെ എല്ലാം പല രാജ്യത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ആ രാജ്യത്ത് വലിയ വലിയ പ്രോജക്റ്റുകൾ ആ രാജ്യത്തുള്ള ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി റെഡിയാക്കി വെക്കും. ഏതെങ്കിലും ഒരു സമയത്ത് ആ രാജ്യം നമ്മളുമായിട്ട് ഉടക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇത്തരത്തിലുള്ള നമ്മൾ വളരെ സഹായ മനോഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് തിരിച്ചും കിട്ടണ്ടേ? അതുപോലെ $800 മില്യൺ ഒക്കെ അദാനിയോട് കടപ്പെട്ടിരിക്കുക ഒരു ബംഗ്ലാദേശ് പോലുള്ള രാജ്യമൊന്നും കേൾക്കുമ്പോൾ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ അദാനി ഇവിടെ ശ്രീലങ്കയിലെ പോർട്ടുകളെല്ലാം എടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അദാനിക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രമല്ലല്ലോ, ആ ശ്രീലങ്കയ്ക്ക് കൂടെ ഡെവലപ്മെന്റ് ആണല്ലോ. കാരണം അവിടെ ഒരു പോർട്ട് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇന്റർനാഷണൽ ഷിപ്സുകൾ അവിടെ വരുന്നു. അപ്പൊ അവരിൽ നിന്നുള്ള വരുമാനം, അതിൽ കയറ്റി ഇറക്കുമതി, ചരക്ക് ഗതാഗതം, ഇതെല്ലാം അവരുടെ രാജ്യത്തിന് വരുമാനം വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരുന്ന സാധനമായത്. ഇപ്പൊ മാലിദ്വീപ് ഇടയ്ക്ക് ചൈനയുമായിട്ട് ചങ്ങാത്തം കൂടാൻ പോയിട്ടുണ്ട്. അവർക്ക് അപകടം മനസ്സിലായി. അതുകൊണ്ട് അവർ നേരെ വന്നിട്ട് ഇന്ത്യ ഏൽപ്പിച്ചു. 28 ദ്വീപുകളാണ് ഇന്ത്യ ഏൽപ്പിച്ചു. 28 ദ്വീപുകൾ. ഇതിന്റെ ബാക്കി വികസനവും കാര്യങ്ങളും നോക്കൂ നിങ്ങൾ. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ചതിക്കില്ല എന്ന് 100% അവർക്ക് ഉറപ്പുണ്ട്. പിന്നെ നമ്മുടെ രാജ്യത്തെ ഞാൻ ചോദിച്ചിട്ട്, ഈ ഇന്ത്യക്ക് നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് ഒന്നും പോയിട്ട് എങ്ങനെ ചെന്ന് പോർട്ട് ഉണ്ടാക്കി കൊടുക്കാനും വിമാനത്താവളം ഉണ്ടാക്കി കൊടുക്കാനോ പറ്റില്ല. ഇതെല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത് അവിടുത്തെ
ബിസിനസ്സുകാർ. ഒരു രാജ്യത്തിന്റെ കരുത്തെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ബിസിനസ്സുകാരാണ്. സിമ്പിൾ ആയിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ കുടുംബത്തിൽ ഉം, ഉം. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ആരായിരിക്കും? നമ്മുടെ കുടുംബത്തിലുള്ള ഏറ്റവും വലിയ പണക്കാരൻ തന്നെ ആയിരിക്കും അല്ലെ? ആ പണക്കാരന് ഒരു അതെ, അതെ, ബലമായിരിക്കും അതെ, നമ്മുടെ അതെ. കുടുംബത്തിൽ ഒരു കരുത്തെന്ന് പറഞ്ഞാൽ. ഇപ്പൊ ആരെങ്കിലും ചോദിക്കും, ഉം. ഇന്ന മുതലാളി നിന്റെ ബന്ധുവാണോ? അതെ എന്റെ ബന്ധുവാണെന്ന് അതെ, പറയുമ്പോൾ അതെ, നമുക്ക് അതെ, അതെ, കറക്റ്റ് മാനസികമായി ആണ്. കിട്ടുന്ന ഒരു കരുത്തുണ്ട്. ഇതുപോലെ തന്നെയാണ് എല്ലാ അതെ, രാജ്യത്തും. അതെ. അപ്പൊ നമ്മുടെ രാജ്യത്ത് പൈസ ഉള്ളവർ വേണം. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. അവരെവിടെ പോയാ പൈസ ഉം, ഉണ്ടാക്കേണ്ടത്? ഉം. ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വഴിയാണ് പോകുന്നത്. ഈ സോറോസ് എന്താണ് ചെയ്യുന്നത്? ഈ സോറോസ് എന്താണ് ചെയ്യുന്നത്? സോറോസ് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യത്തിന്റെയും ഭരണം പിടിച്ചെടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. പിടിച്ചെടുത്തിട്ട് സോറോസിന്റെ നേട്ടം ഇതിന് വേണ്ടിയിട്ടല്ല, ഭരിക്കാൻ വേണ്ടിയിട്ടല്ല, പകരം അവിടെയുള്ള ഉം, ഉം. കോൺട്രാക്റ്റുകൾ തരപ്പെടുത്തിയെടുക്കുക. ഇപ്പൊ ഞാൻ ധനുഷിനെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് ആക്കി വരുത്താൻ വേണ്ടി ഞാൻ ഉം, പിന്നണി പ്രവർത്തിക്കും. കുത്തിത്തിരിപ്പ് ഉം. വാർത്തകൾ ചെയ്തോ ഇല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ഞാൻ ധനുഷിനാക്കി. ധനുഷ് അപ്പൊ എനിക്ക് ചെയ്തു തരേണ്ടത് ഉം, നിങ്ങളുടെ ഉം. രാജ്യത്തുള്ള കോൺട്രാക്ട് എനിക്ക് തരിക ചെയ്യുന്നു. ഞാൻ ഈ കോൺട്രാക്ട് ഞാനല്ല ഉം. നടത്തുന്ന കോൺട്രാക്ട്, ഞാൻ ഇത് ചൈനയ്ക്കും ഉം. ജർമ്മനിക്കും ജപ്പാനും വിൽക്കും. അപ്പൊ അവിടെ നിന്നുള്ള ബിസിനസ്സുകാർ വരും. ഇതിൽ കിട്ടുന്ന കമ്മീഷനാണ് അങ്ങേരുടെ കമ്മീഷൻ. ആ കമ്മീഷൻ തന്നെയാണ് വലിയ രീതിയിൽ മുമ്പോട്ട് പോകുന്നത്. അല്ലാതെ പുള്ളിക്ക് വേണ്ടിയിട്ട് അയാൾ എങ്ങും അട്ടിമറി നടത്തിയിട്ടില്ല. പുള്ളിക്ക് അങ്ങനെ വലിയ ഉം. താല്പര്യങ്ങളും ഇല്ല എവിടെയെങ്കിലും അട്ടിമറി നടത്തി ഭരണം ഉം. പിടിക്കണമെന്നോ ഉം. ഇല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലൈനിനോടോ പുള്ളിക്ക് താല്പര്യമില്ല. പുള്ളിക്ക് വേണ്ടത് ഇതാണ്: ആ രാജ്യത്തിന്റെ ഭരണത്തിൽ നമ്മുടെ ആള് വേണം. ആ നമ്മുടെ ആൾ എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആൾ വഴി കോൺട്രാക്ടുകൾ കിട്ടണം. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഉം. ഇന്ത്യയിൽ ഉം. അദാനിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ അദാനി ഇപ്പോൾ ഒരു വളർന്നു വരാൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ അവർ വളർന്നു വരുന്നത്. അതെ. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ലുലു ഗ്രൂപ്പിന്റെ ഉടമ ശ്രീ യൂസഫ് അലി, അദ്ദേഹത്തിന് ലോകത്ത് യൂസഫ് അലി. എത്രയോ രാജ്യങ്ങൾ അദ്ദേഹത്തിന് ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. യൂറോപ്യൻ അതെ, കൺട്രീസിൽ, അതെ. ഇന്ത്യ ഈജിപ്തിലുണ്ട്, മാത്രമല്ല ഉള്ളത്, ആഫ്രിക്കൻ ഈജിപ്തിലുണ്ട്. കൺട്രീസിലുണ്ട്, ആഫ്രിക്കൻ കൺട്രീസ്. ഉണ്ട് സാർ. അതാ പറഞ്ഞത്, ലോകത്തെമ്പാടും അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല വളർന്നു നിൽക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന അതെ, വരുമാനമാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്തുകളിൽ ഒന്ന്, അല്ലേ? ശരിയല്ലേ? അപ്പം അദ്ദേഹത്തിന് അതെ. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ, ഇപ്പൊ നമ്മൾ ശ്രീലങ്കയിൽ അതിന്റെ കൺട്രോൾ എടുത്തു. നാളെ യൂസഫ് അലിയാണ് നമ്മൾ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിനെ തെരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തോടായിരിക്കും നമ്മൾ ആവശ്യം. കാരണം അദ്ദേഹത്തിന് ഓൾറെഡി അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ആളാണ്. അപ്പൊ നമ്മൾ പറയും അവിടെ ശരി സൂപ്പർ മാർക്കറ്റ് അദ്ദേഹം തുടങ്ങുന്നു, അതിലെന്താണ് തെറ്റ്? അപ്പൊ യൂസഫ് അലിയെ ഉം. വളർത്താനാണോ മോദി ശ്രമിക്കുന്നത്? അങ്ങനെയല്ല അത് പറയേണ്ടത്. നമ്മുടെ ഉം. രാജ്യത്ത് ഒരു വ്യവസായി അവിടെ പോയി വ്യവസായം തുടങ്ങുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ളവർക്ക് ഉൾപ്പെടെ ജോലി കിട്ടുന്നുണ്ട്. അതിന്റെ ഇൻകം വന്നു കയറുന്നത് നമ്മുടെ രാജ്യത്താണ്. ഒപ്പം അദ്ദേഹം അത് തുടങ്ങുമ്പോൾ ആ രാജ്യത്തുള്ളവർക്കും പ്രയോജനം കിട്ടുന്നുണ്ട്. ഉം. ഉം. അപ്പം നമുക്ക് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ കുടുംബത്തിൽ 10 പണമുള്ളവരും ഇല്ലെങ്കിൽ അധികാരമുള്ളവരൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ കുടുംബത്തിൽ ഒരു കരുത്താകുന്നത് പോലെ തന്നെയാണ് ഒരു രാജ്യത്തിന്റെ അതെ, അതെ. നട്ടെല്ലെന്ന് പറയുന്നത് ഇത്ര ഉം. ഉം. ആളുകളാണ്. നമുക്ക് അങ്ങനെ വലിയ ഉം. ആളുകളൊന്നും ഇല്ല. ഏതാണ്ട് ഒരു 10% വരുന്ന വലിയ പണക്കാരേ ഉള്ളൂ. ചൈന എന്താ ചെയ്യുന്നത്? ചൈന ചെയ്യുന്നത് അവിടുത്തെ ഇൻകം വെച്ചിട്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ലോകം എമ്പാടും നടത്തുന്നത്. ചൈന ഉം. ഈ ഉം. ലോകത്തെ എല്ലാ സ്ഥലങ്ങളും കൂട്ടുന്നത് മുഴുവൻ ചൈനീസ് കമ്പനികളാണ്. ഈ ചൈനീസ് കമ്പനികളുടെ ഉം. നിയന്ത്രണമാർക്കുന്നത് ചൈനയ്ക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഉം. ചൈന ഉം. ഈ റിയൽ എസ്റ്റേറ്റിൽ അവർ മേടിച്ചിട്ട സ്ഥലങ്ങളൊന്നും വിൽക്കാനും മറിക്കാനും പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ചൈനയിലെ ബാങ്കുകൾ പൊട്ടിയത്. കുറച്ചു മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു, അവിടുത്തെ വലിയ സ്ട്രൈക്ക് ഉം. നടക്കുന്നു, ഉം. ബാങ്കുകളുടെയൊക്കെ ഫ്രണ്ടിൽ ആളുകൾ പോയി വിഷയം ഉണ്ടാക്കുന്നതിന് കാരണം നഷ്ടം ഉം. വന്നതുകൊണ്ടാണ്. എല്ലാ രാജ്യങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ ചെയ്യുമ്പോൾ അതൊരു വലിയ വാർത്തയൊന്നും അല്ല. എല്ലാ രാജ്യത്തെയും പണക്കാരെ നോക്കിക്ക് അവരെങ്ങനെയാ പോകുന്നത്? അതാ രാജ്യം കൂടെ സഹായിച്ചിട്ടാണ് അവർക്ക് പലയിടത്തും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. അതല്ലാതെ അവർ രാജ്യത്തിന്റെ ഖജനാവ് അതെ, മുടിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല. അത് നമ്മൾ ഈ ചുമ്മാ ഒരു അതെ, പേര് പറഞ്ഞ ഒരാൾ ഒരു മുതലാളിയാണ് എനിക്ക് അവന് ഇച്ചിരി പൈസ ഉണ്ടെന്നെങ്കിൽ അവനെ അപമാനിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സംസ്കാരം നമ്മൾ ആദ്യം മാറ്റണം. അതെ, അതെ. കാരണം അവനും ഈ സന്തോഷ് രാജ്യത്തിന്റെ ജോർജ് ഒരു കുളങ്ങര ഭാഗമാണ്, കരുത്താണ്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു വാക്കാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു കോൾഗേറ്റ് പേസ്റ്റ് വാങ്ങിക്കുന്ന ആള് കൊടുക്കുന്ന ടാക്സ് അല്ല ഒരു റോൾസ് റോയ്സ് വാങ്ങിക്കുന്ന ആള് റോൾസ് വാങ്ങിക്കുന്ന ആൾ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ടാക്സ് അല്ല ഒരു കോൾഗേറ്റ് വാങ്ങിക്കുന്ന ആൾ സംഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് വലിയ വലിയ മുതലാളികൾ വേണം, റോൾസ് റോയ്സ് കാറുകൾ മേടിക്കാൻ കെൽപ്പുള്ള മുതലാളികൾ വേണം, വലിയ വലിയ ലംബോർഗിനികൾ വാങ്ങിക്കാൻ കെൽപ്പുള്ള മുതലാളികൾ വേണം. അതിനുള്ള സംരംഭകരെ നമ്മുടെ രാജ്യം നിരന്തരം വളർത്തണം. അങ്ങനെയാണ് പല രാജ്യങ്ങളും വളർന്നിട്ടുള്ളത്, അതിലൊന്നും യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ടാണ് ഇപ്പോ ബംഗ്ലാദേശിന് നമുക്ക് മുന്നിൽ കൈകൂപ്പി രാജ്യം ഇരുട്ടാക്കല്ലേ, $800 മില്യൺ പിന്നീട് തന്നേക്കാം എന്ന് പറഞ്ഞ് അവിടെ ചർച്ചകൾ പോലും നടത്തേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. നമ്മുടെ ബംഗ്ലാദേശിന്റെ വൈദ്യുതിയുടെ മെയിൻ സ്വിച്ച് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ത്രിപുരയ്ക്ക് പോലും 100 കോടി രൂപ ബംഗ്ലാദേശ് കടമായിട്ട് തിരികെ നൽകാനുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എന്ത് കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ബംഗ്ലാദേശ് എന്തായാലും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് യൂനിസ്
കൂടുതൽ എന്താണ് മുഹമ്മദ് യൂനിസ് കൂടുതൽ അദ്ദേഹത്തിന് അവിടെ ഒന്നും ചെയ്യാനില്ല, അദ്ദേഹം ഒരു കളിപ്പാവയാണെങ്കിൽ പോലും മുഹമ്മദ് യൂനിസ് ഇപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നത് കാണുന്നില്ല. സംസാരിക്കുന്നതെല്ലാം അദ്ദേഹത്തിന്റെ അഡ്വൈസർമാരും പിന്നെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരും ബാങ്കിന്റെ ഗവർണർമാരും ഒക്കെയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു നമ്മുടെ രാജ്യത്തെ മൗനി ബാബയെ പോലെ ഒരു കളിപ്പാവ മാത്രമായിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ബംഗ്ലാദേശിന്റെ ഗതി എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.